മലയാളത്തിന്റെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില പേരുകളുണ്ട്. അവര് ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഒരുപാട് വളരെ ചുരുക്കം ആളുകളെ നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഔട്ട്സൈഡ് കേരളം ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അറിയാം. ഒരു പയ്യനുണ്ടല്ലോ മറ്റേ ആവശ്യമില്ലാത്ത മനസ്സിലേക്ക്. പക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയിലേക്ക് വരുന്ന ഒറ്റ പേര് തന്നെയാണ് നമ്മുടെ സ്വന്തം വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം സ്വാഗതം. നമസ്കാരം, ഗുഡ് മോർണിംഗ് വിഷ്ണു. ഏറ്റവും പുതിയ വിശേഷം താനാര സിനിമയുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയാം. ഇന്ന് റിലീസാണ്. നമ്മുടെ ഇവിടെ യു എയിലെ എല്ലാ തിയേറ്ററുകളും പ്രവാസികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും കേട്ടോ. എന്താണ് വിഷ്ണു, എക്സൈറ്റഡ് ആണോ? താനാര എന്ന് പറയുന്ന മൂവി നമുക്കറിയാം, ഇത് ഒരുപാട് സ്റ്റാർ കാസ്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു കോമഡി ആണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് ആരെയോ തെരഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു രാത്രി സംഭവിക്കുന്ന ഒരു കെയോസ് കൺഫ്യൂഷൻ ഒക്കെ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണോ? ശരിക്കും ഭയങ്കര കൺഫ്യൂഷൻ പിടിച്ച രാത്രി സംഭവിക്കുന്ന കാര്യമാണ്. ഇതില് ഷൈൻ ചേട്ടനുണ്ട്, അജു വർഗീസ് ഉണ്ട്, പിന്നെ പിന്നു ചാമിനി, ദീപ്തി സതി, സ്നേഹ ബാബു ഉണ്ട്, നമ്മുടെ കരിക്കില, ഞാനും ഉണ്ട്. ഇതില് എല്ലാവരും പരസ്പരം ചോദിക്കാതെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, താൻ ആരാ? അല്ല, ഇതിന്റെ ട്രെയിലർ കൊണ്ട് എത്തിച്ചിരിക്കുന്ന ഒരു എൻഡിങ് ഹുക്ക് പോയിന്റ് കാണുന്ന സമയത്ത് നമുക്ക് ഈ നാടോടിക്കാറ്റിലെ അനന്തൻ നമ്പ്യാർ ചോദിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. കാരണം ഇവര് വേഷം മാറി വന്ന സി ഐ ഡി നടന്നത്. അപ്പൊ അത്തരത്തില് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ക്യാരക്ടർ ഈ സിനിമയിൽ ഒരു സി ഐ ഡിയുടേതാണോ? സി ഐ ഡി ഒന്നുമല്ല. അയ്യോ, അത് പറയാൻ പാടില്ല. എന്നാ പറയണ്ട, ഞങ്ങളുടേതായിട്ടുള്ള ക്വസ്റ്റ്യനിങ് നടത്തിയാണ്. സസ്പെൻസ് ആക്കി ഒരിക്കലും പറയരുത്. അതെ, ഇതെല്ലാവരും ഒരു വീടിന്റെ അകത്ത് വന്ന് പെടുന്ന ഒരു സംഭവമാണ്. അപ്പൊ പരസ്പരം ഈ ചോദ്യം എപ്പോഴും അവശേഷിക്കും, താൻ ആരാന്നുള്ളത്. അത് പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ ആരൊക്കെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ എന്താണ്, എക്സൈറ്റഡ് ആണോ ഇന്നത്തെ റിലീസ് സംബന്ധിച്ച്? അതെ തീർച്ചയായിട്ടും. കാരണം ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ സിനിമയാണ്. ഞങ്ങൾ ഈ പറഞ്ഞ 6 പേരും ആണ് അതിന്റെ ആ സ്ക്രീൻ സ്പേസ് കൂടുതലുള്ളത്. ശരി. നമ്മള് പടം ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മള് ഈ ക്യാരക്ടേഴ്സിന്റെ സിറ്റുവേഷൻ എന്താണെന്നൊന്ന് ഇന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ടാവും. അല്ല, ചിരിയുടെ കാര്യം ഗ്യാരണ്ടി ആക്കുന്ന മറ്റൊരു പേര് കൂടി ഇതിന്റെ നമുക്ക് അറിയാം. ടൈറ്റിൽ കാർഡ്സിൽ വരുമ്പോ റിട്ടൺ ബൈ സ്ക്രിപ്റ്റ് റാഫിയുടെ. അല്ല, അതിൽ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് നമ്മള് ഇപ്പോഴും സ്റ്റിൽ ഇത്രയും വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇത്രയും വലിയ സ്റ്റാറായി മാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിന്റെ എപ്പോഴും കാണുന്ന ഒരു ട്രോട്ട് ടെംപ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മായാവിയിലേതാണ്. ഒന്ന് പോയാ ആ സാധനം ഉണ്ടല്ലോ, ആ സാധനം. പിന്നെ ദാരിദ്ര്യം. അതെ, അല്ല, ഈ റാഫി സാറിന്റെ ഇതിൽ വന്ന ആ ഒരു ഒറ്റ സിംഗിൾ ഷോട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇടത്തു നിന്നും ഇന്ന് റാഫി സാർ എഴുതുന്ന ആ സ്ക്രിപ്റ്റിൽ ഒരു മുഖ്യ കഥാപാത്രത്തെ അല്ലെങ്കിൽ ദ മെയിൻ ലീഡിനെ വെച്ച് ആ ഒരു രീതിയിലേക്കുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ജേർണിയിൽ ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും രസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണ്? അല്ല, അത് ഭാഗ്യമല്ലേ, നമ്മൾ കുഞ്ഞുനാള് മുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അന്ന് ഒരു ഡയലോഗുള്ള ഒരു ഷോട്ടിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ നമുക്ക് അന്ന് സ്വർഗം കിട്ടിയ പോലെയാണ്. അവിടെ നിന്ന് നമ്മളിപ്പോ ഇതേ റാഫി സാർ തന്നെ എഴുതിയ ഒരു സ്ക്രിപ്റ്റില് ലീഡ് റോളുകളിൽ ഒരാളായിട്ട് അഭിനയിക്കാൻ സാധിക്കാന്ന് പറയുന്നത് വലിയ ഭാഗ്യമല്ലേ. സന്തോഷം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും താനാര നമ്മുടെ ദുബായിലേക്ക് അല്ലെങ്കിൽ യു എയിലേക്ക് വരികയാണ്. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ഇത് പ്രവാസികളിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു വൻ സക്സസ് ആട്ടെ വിഷ്ണു. അതുപോലെ തന്നെ എവിടെ സെറ്റിലാണോ? ഒരുപാട് വേളം കേൾക്കുന്നത്. ഞാൻ ഇവിടെ നമ്മുടെ ഒരു പ്രോഗ്രാമിന്, ഒരു ടോക്ക് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു പ്രോഗ്രാം, ഒരു ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിന്റെ ഷൂട്ടിലാണ്. ഫുള്ള് മിമിക്രിക്കാരുണ്ട് ഇവിടെ. ഞങ്ങള് ദിൽസേ 90.8 FM എല്ലാവരോടും ഒരു വിശേഷങ്ങൾ തീർച്ചയായിട്ടും ദിൽസയുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അഡ്വാൻസ് ഫസ്റ്റ് സെലിബ്രിറ്റി ഓണം വിഷാണ് വിഷ്ണുടെ ഇന്ന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ലിസണേഴ്സിന്. അപ്പൊ എന്താണെങ്കിലും വിഷു ഓൾ ദി ബെസ്റ്റ്. ഒരു വൺ സക്സസ് ആവട്ടെ ഈ ഒരു സിനിമ. താനാര എല്ലാവരും തിയേറ്ററിലേക്ക് തന്നെ പോയി കാണാൻ. ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് നമ്മുടെ ഷോസിലൂടെയും ഒരുപാട് ടിക്കറ്റ് ഗീവ് അവേസിലൂടെ ടിക്കറ്റ്സ് നമ്മൾ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും, പ്രത്യേകിച്ചും പ്രവാസി പ്രേക്ഷകരൊക്കെ തിയേറ്ററിലെത്തി ഈ സിനിമ കണ്ട് വിജയിപ്പിക്കും കേട്ടോ.
All the best. All the best, അങ്ങനെ വിഷ്ണു. സംഭവിക്കട്ടെ. എല്ലാവരും Yes. പോയി തിയേറ്ററിൽ പോയി പടം കാണുക. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. താങ്ക് യു. Thank you, Vishnu. അപ്പോ Thank you for വിഷ്ണു that. ഉണ്ണികൃഷ്ണനായിരുന്നു Thank you. നമ്മുടെ കൂടെ ഇപ്പോൾ ലൈനിൽ ഉണ്ടായിരുന്നത്, നാട്ടിൽ നിന്നാണ്. അപ്പൊ താനാരയുടെ റിലീസ് ആയി ബന്ധപ്പെട്ട എല്ലാവരും എനിക്ക് തോന്നുന്നു ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും. എന്തായാലും ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് യുഎയിലേക്ക് പ്രവാസികളിലേക്ക് ഈ സിനിമ കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ലെറ്റ്സ് തിയേറ്ററിൽ പോയി തന്നെ കാണാം. അപ്പൊ ഇതിന്റെ ടിക്കറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. Exactly. അപ്പൊ അതിന്റെ കാര്യം പറയാം. ഒരു പാട്ട് കേട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ടിക്കറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ്.